ആരാണ് ഗുരു അഥവാ എന്താണ് ഗുരു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഗുരു എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗു എന്ന് വരച്ച് കഴിഞ്ഞാൽ ഇരുട്ട് എന്നുള്ളതാണ്. രു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിനെ അകറ്റുന്നത് എന്നുള്ളതാണ്. അതായത് ഇരുട്ടിനെ അകറ്റുന്നത് എന്തോ അതാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് അന്ധകാരത്തിനെ അകറ്റുന്ന കാര്യമാണ് അറിവ് എന്ന് പറയുന്നത്. അതിന് സത്യത്തിൽ അറിവിനെയാണ് ഗുരുവായിട്ട് കാണുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ആരാധനയിലേക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഗുരുവായിട്ട് കാണുന്ന സമയത്ത് ആ വ്യക്തിയിൽ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. ഇപ്പം ഞാനൊരു പൂർണ്ണനായ വ്യക്തിയല്ല, എന്നിലൊരു നെഗറ്റീവായ കാര്യമുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഓരോ വ്യക്തികളെയും ഗുരുവായിട്ട് കാണുന്ന സമയത്ത് പലപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കും. നേരെ മറിച്ച് നിങ്ങൾ ആ വ്യക്തിയിലെ അറിവിനെ മാത്രം നിങ്ങൾ കാണുക, അത് പഠിച്ചിട്ട് നേരെ മറ്റ് അറിവിലേക്ക് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ആരാധന അല്ലെങ്കിൽ ഒരു വ്യക്തിയോ കാര്യങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തെറ്റിലേക്ക് പോയേക്കാം. എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കേണ്ടത്. എനിക്ക് വന്ന കൺസൾട്ടേഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഗുരു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളെ സാമ്പത്തികമായി കാര്യങ്ങളെല്ലാം തന്നെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യാറ്. നമ്മളെന്ത് ചെയ്യുക, പുസ്തകങ്ങളെ ഗുരുവായിട്ട് കാണാം. നമുക്ക് ഇൻ്റർനെറ്റിനെ അറിവ് നൽകുന്ന ഏതൊരു കാര്യമാണോ വസ്തുവാണോ അതിനെ നമ്മൾ ഗുരുവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറ്, എന്നെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഞാനൊരു മീഡിയം മാത്രമാണ്. എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ കോഴ്സുകളിലൂടെയോ നമ്മൾ ഡെലിവറി ചെയ്യുന്നു എന്നുള്ള മാത്രമാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഗുരുവായിട്ട് കാണാതെ അറിവിനെ ഗുരുവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കുറേ അറിവുകൾ ഈ ലോകത്തുണ്ട്. അത് ചിലപ്പോൾ പുസ്തകങ്ങളിലൂടെ, പ്രകൃതിയിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവാണ്. അനുഭവമാണ് ഏറ്റവും വലിയ മഹാഗുരു എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വികസിക്കാത്തത് അല്ലെങ്കിൽ വളരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഭയമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ആ ഭയത്തെ മറികടക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. ആ രീതിയിൽ വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഗുരു എന്ന് പറയുന്നത് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലെ ഗുരുവിനെ അല്ലെങ്കിൽ ഗുരുതത്വത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം തന്നെ നമ്മളെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ യഥാർത്ഥ ഗുരു ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഈ ഗുരുക്കന്മാർ ചിലപ്പം നമ്മൾ ന്യൂസ് കാണുന്ന സമയത്തെല്ലാം തന്നെ ഗുരുക്കന്മാർ നമ്മളെ ചൂഷണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മറ്റ് രീതിയിലെല്ലാം തന്നെ ചൂഷണം ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ ആ വ്യക്തിയെ അറിവിനെയാണ് ബഹുമാനിക്കുന്നത്. മറിച്ച് ആ വ്യക്തി ആരാധനയില്ലാതെ ആ അറിവിനെ മനസ്സിലാക്കിയിട്ട് അടുത്ത വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഗുരു എന്ന് പറയുന്നത് വ്യക്തിയല്ല, മറിച്ച് ആ ഒരു അറിവാണ് എന്നുള്ള കാര്യം മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. അതുകൊണ്ട് ഗുരു എന്ന് പറയുന്ന തത്വത്തെ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ആ തത്വത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ആ ഗുരുവിനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ എന്നുള്ളതാണ്. കുറച്ച് സമയമെങ്കിലും കണ്ണടച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്നത് എന്നാണോ അതാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ദിവസവും നിങ്ങൾ കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അന്നത്തെ ദിവസം ഏറ്റവും മൂല്യമുള്ളതാവാൻ നിങ്ങളിലെ ആ ഒരു മഹാനായ വ്യക്തിയുമായിട്ട് സംസാരിക്കുക എന്ന രീതിയിലുള്ള കോട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ വായിച്ചിരുന്നു. അതായത് നമ്മളുമായിട്ട് സംസാരിക്കുക, നമ്മൾ മറ്റുള്ളവരുമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഉള്ളിലുള്ള, അതായത് നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള കാര്യമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശുദ്ധമായ ബോധത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ സോളിനെ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെട്ടേക്കാം. എപ്പോഴും നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ വഴി എന്താണ് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ശക്തി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസ് എന്നുള്ളതാണ്. സൈലൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം ശാന്തമായിട്ട് മൊബൈൽ ഒന്നും ഉപയോഗിക്കാതെ ഒന്നിരിക്കുക. അന്നേരം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ളൊരു ക്ലാരിറ്റി വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു വിപസന എന്ന് പറയുന്ന മെഡിറ്റേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ചേഞ്ചിനെ കുറിച്ച്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളൊരു 5-10 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ട് ശ്വാസത്തിലോ അല്ലെങ്കിൽ വെറുതെ ഒന്നിരിക്കുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ശ്വാസത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇരിക്കുക, ചിന്തകളെ കുറച്ച് കൊണ്ടുവരിക, വെറുതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നമുക്ക് ഒരു മനസ്സിന് ശാന്തതയും സമാധാനം എല്ലാം തന്നെ വരുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.